ഹായ് ഹലോ കുട്ടീസ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണേ. ഇന്ന് അവധിയല്ലയോ, അതുകൊണ്ട് ഇച്ചിരി താമസിച്ചൊക്കെ എണീറ്റ് കേട്ടോ. നമുക്ക് എന്നാൽ പാത്രമൊക്കെ കഴുകിവെച്ചൊക്കെ ഒന്ന് പറക്കി വെക്കാം. ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ട് വേണം നമുക്കൊരു ചായയൊക്കെ ഉണ്ടാക്കണം. ചായക്കുള്ള വെള്ളമൊക്കെ എടുക്കുവാണേ. പാലും എല്ലാം ഒഴിച്ചേ. വേണ്ട, പാലൊഴിക്കുന്നു. നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ചാലോ? വെച്ചു. അത് കഴിഞ്ഞ് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇന്നത്തെ രാവിലത്തേക്ക്. ഇന്ന് ഇടിയപ്പവും ഉള്ളിക്കറിയുമാണേ. മുട്ടക്കറി വെക്കണമെന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് നടന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ചേ. നമുക്കതൊന്ന് ഒഴിക്കാം. ഒഴിച്ച് അവർക്കുള്ളതൊക്കെ മാറ്റി വെച്ചു. എനിക്ക് ചായയൊക്കെ കുടിക്കുവാണേ. ഇടിയപ്പത്തിലേക്ക് ചൂട് വെള്ളമൊക്കെ ഒഴിച്ചു. അതൊന്ന് കുഴച്ചൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണേ. അപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇടിയപ്പം. ഒഴിച്ച് സെറ്റാക്കി മാറ്റി വെച്ചേ. അപ്പോഴേക്കും ഞാൻ ഉള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞ് വെച്ചേ. നമുക്കിനി അടുപ്പിൽ വെക്കാം, ഉള്ളിക്കറി അങ്ങ് വെക്കാം. എന്നിട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കാര്യം നോക്കാം. ചട്ടി ചൂടായി. ഇനി കടുക് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് അപ്പോഴേക്കും നമുക്ക് ഈ ഇടിയപ്പം ഒന്ന് കുഴച്ച് വെക്കാവേ. ചൂടൊക്കെ മാറിയേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചകൊണ്ട് അപ്പോഴത്തേക്കും കടുകൊക്കെ പൊട്ടി പൊട്ടി വരുന്നുണ്ടേ. നമുക്കിനി ഉള്ളി ഇടാവേ. ഉള്ളിയൊക്കെ ഇട്ടു. ഇനി അതൊന്ന് വരട്ടിയെടുക്കണേ. ഇടയ്ക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടേ. ഇത്തിരി പഞ്ചസാരയും കൂടി ഇടുവാണെങ്കിൽ നല്ല രുചിയും കൂടെ ആയിരിക്കും നമ്മുടെ ഉള്ളിക്കറിക്ക്. അതൊക്കെ വരട്ടി വെച്ച് തീ കൂട്ടി തന്നെ വെക്കണേ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഇടിയപ്പമൊക്കെ കുഴച്ചതാണ്ട് എടുക്കുന്നുണ്ടേ. കണ്ടോ, നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ടേ. പീച്ച് വെച്ചു. നിങ്ങളുടെ അവിടേക്ക് എന്താ പറയുക, പീച്ചെന്നോ എങ്ങനെയാണെന്ന് പറയണേ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉള്ളിയും സെറ്റാവുന്നുണ്ടേ. എല്ലാം അടുപ്പിൽ വെച്ചു. ആവിയൊക്കെ വരാൻ തുടങ്ങി. അടച്ചു വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ എൻ്റെ മോൾ എണീറ്റ് വന്നിട്ടുണ്ടേ. അവൾ ചോദിക്കുക, അമ്മ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നേ. അവൾക്ക് ഇഷ്ടമാണ് മുട്ടക്കറിയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇന്ന് മുട്ടയില്ലാതെ പോയി. അപ്പോഴേക്കും തക്കാളി അതിൻ്റെ ഇടയ്ക്ക് കൂടെ അരിഞ്ഞൊക്കെ ഇട്ടേ. അതിൻ്റെ മസാലയാണ് എടുത്ത് വെച്ചേക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഗരം മസാല, അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസാണേ. ഉള്ളിയൊക്കെ വരുന്നേ. അപ്പം നമ്മളെ മസാലയൊക്കെ ഇട്ടേ. അതൊന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് ശകലം വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് കുഴച്ചെടുക്കണേ. അപ്പം നല്ല കുറുകിയ കറി കിട്ടുവേ. അങ്ങനെ കുറേശ്ശെ ഒഴിക്കുവാണേ. ഒഴിച്ചു. എല്ലാം എടുത്ത് വയ്ക്കൂ. അതിൻ്റെ ഇടയ്ക്ക് മോള് വന്ന് ഓരോന്നും ചോദിക്കുന്നുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് പല ജോലിയായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഉപ്പൊക്കെ നോക്കി സെറ്റായി. അപ്പോഴേക്കും നമ്മൾ ഇടിയപ്പമൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നു. അതൊക്കെ ഒരു പാത്രത്തിലൊക്കെ മാറ്റിയേ. പിന്നെ ഉള്ളിക്കറി നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചു. അങ്ങനെ ഇതെല്ലാം എടുത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി. നമ്മളതെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ട് വയ്ക്കുവാണേ. എല്ലാം വെച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കണ്ട. ഇനിയല്ലേ പണി. നമ്മുടെ പാത്രങ്ങൾ ഇങ്ങനെ കിടക്കുമല്ലേ, നമുക്ക് അതൊക്കെ ഒന്ന് കഴുകി വെക്കാം. ശരി, എല്ലാം കഴുകി പെറുക്കി വെക്കുന്നു. മോൾ വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മയെ ഞാൻ സഹായിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുവേ. അവളും ചിലതൊക്കെ കഴുകി വെക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ ഇത്രയും പാത്രമൊന്നും അവൾ കഴുകത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു പാത്രമൊക്കെ കഴുകി തരുവേ. അങ്ങനെ ഞാൻ മോളുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴുകുവാണേ. അങ്ങനെ പെട്ടെന്നെല്ലാം കഴുകി പെറുക്കി വെക്കുക. അങ്ങനെ കഴുകി എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കി ഇടാവേ. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി